ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 29-ാമത്തെ ദിവസം വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 35-ാമത്തെ അധ്യായം. അനന്തരം മോശെ ഇസ്രായേൽ മക്കളുടെ സംഘത്തെയൊക്കെയും കൂട്ടി അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബത്ത് ആയിരിക്കണം. അന്ന് വേല ചെയ്യുന്നവൻ എല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ശബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്. മോശെ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, യഹോവ കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് എടുപ്പിൻ. നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുംകൊറ്റന്തോൽ, തഹച്ചുതോൽ, ഖദിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഗോമേദക കല്ല്, ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ. നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം. തിരുനിവാസം, അതിൻ്റെ മൂടുവിരി, പുറംമൂടി, കൊളുത്തുകൾ, പലകകൾ, അന്താഴങ്ങൾ, തൂണുകൾ, ചുവടുകൾ, പെട്ടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മറയുടെ തിരശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, വെളിച്ചത്തിന് നിലവിളക്ക്, അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ ദീപങ്ങൾ, വിളക്കിന് എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലിൻ്റെ മറശ്ശീല, ഹോമയാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ടുകൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശ്ശീലകൾ, അതിൻ്റെ തൂണുകൾ, ചുവടുകൾ, പ്രാകാരവാതിലിൻ്റെ മറ, തിരുനിവാസത്തിൻ്റെ കുറ്റികൾ, പ്രാകാരത്തിൻ്റെ കുറ്റികൾ, അവയുടെ കയറുകൾ, വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപ്പര്യവും തോന്നിയവൻ എല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചിരുന്നവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുംകൊറ്റന്തോൽ, തഹശുതോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു. വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ശുശ്രൂഷയുടെ എല്ലാ പണിക്കുമായി ഖദിരമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടുരോമം നൂറ്റു. പ്രമാണികൾ ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേദക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമളവർഗവും എണ്ണയും കൊണ്ടുവന്നു. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധദാനം കൊണ്ടുവന്നു. എന്നാൽ മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കൽപ്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ
ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. കൊത്തുപണിക്കാരൻ്റെയും കൗശല പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കൽപ്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 36-ാമത്തെ അധ്യായം. ബസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അങ്ങനെ മോശെ ബസലേലിനെയും ഒഹോലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ ചെയ്തുവന്ന പണി നിർത്തി വന്നു മോശയോട്, യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിന് മോശെ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളം അധികവും ഉണ്ടായിരുന്നു. പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞുനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുള്ള 10 മൂടുശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. എല്ലാ മൂടുശീലകൾക്കും ഒരു അളവ് തന്നെ. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ച് മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചു. അങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും 50 കണ്ണി ഉണ്ടാക്കി. കണ്ണികൾ നേർക്ക് നേരെ ആയിരുന്നു. അവൻ പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. കൊളുത്തുകൊണ്ട് മൂടുശീലകളെ ഒന്നോടൊന്ന് ഇണച്ചു. അങ്ങനെ തിരുനിവാസം ഒന്നായി തീർന്നു. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂടുശീലകൾ ഉണ്ടാക്കി. 11 മൂടുശീലയായി അവയെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. മൂടുശീല 11നും ഒരു അളവ് തന്നെ. അവൻ 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ചു. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കി. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണപ്പാൻ താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. ചുവപ്പിച്ച ആട്ടും കുറ്റം തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തകശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും അവൻ ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തിരുനിവാസത്തിന് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കി. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും ഓരോ പലകയ്ക്ക് 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ 2 കുടുംബ ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരുനിവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി. അവൻ തിരുനിവാസത്തിന് പലക ഉണ്ടാക്കിയത് തെക്കുവശത്തേക്ക് 20 പലക, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും
ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് അവൻ ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്കും 20 പലക ഉണ്ടാക്കി. ഒരു പലകയുടെ അടിയിൽ 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവടും, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളി ചുവട് ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ വശത്തേക്ക് 6 പലക ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ 2 പലക ഉണ്ടാക്കി. അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് 1-ാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായി വരുന്നു. 2 മൂലയിലുമുള്ള 2-നും അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ 8 പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ 2 ചുവടായി 16 വെള്ളിച്ചുവടും ഉണ്ടായിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഒരു വശത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുവശത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം, നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി. പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി. അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീലയും ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കിരൂബുകളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ട് ആയിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രതയ്യൽക്കാരൻ്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി. അവയുടെ കുമിഴുകളും മേൽചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5 താമ്രം കൊണ്ട് ആയിരുന്നു. പുറപ്പാട് പുസ്തകം 37-ാമത്തെ അധ്യായം. ബസലേൽ പെട്ടകം ഖദിരമരം കൊണ്ടുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 2.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിൻ്റെ 4 കാലിനും ഇപ്പുറത്ത് 2 വളയം, അപ്പുറത്ത് 2 വളയം, ഇങ്ങനെ 4 പൊൻവളയം വാർപ്പിച്ചു. അവൻ ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി. അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അവയെ അടിപ്പ് പണിയായി ഉണ്ടാക്കി. ഒരു കെരൂബ് ഒരറ്റത്തും മറ്റേ കെരൂബ് മറ്റേ അറ്റത്തും, ഇങ്ങനെ കെരൂബുകളെ കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ആയിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി. ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന് 4 പൊൻവളയം വാർത്തു. 4 കാലിൻ്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു. മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു. മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടുകളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി. വിളക്ക് അടുപ്പ് പണിയായി ഉണ്ടാക്കി. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പകുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു.
നിലവിളക്കിൻ്റെ ഒരു വശത്ത് നിന്ന് 3 ശാഖ, അതിൻ്റെ മറ്റേ വശത്തു നിന്നും 3 ശാഖ, ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ 6 ഉണ്ടായിരുന്നു. വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ 4 പുഷ്പപുടം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, അതിൽ നിന്നുള്ള മറ്റേ 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, അതിൽ നിന്നുള്ള ശേഷം 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ 6 കീഴെ ഉണ്ടായിരുന്നു. മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടിപ്പുപണി ആയിരുന്നു. അവൻ അതിൻ്റെ 7 ദീപവും അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. 1 താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അവൻ ഖദിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും, ഇങ്ങനെ സമചതുരം ആയിരുന്നു. അതിന് ഉയരം 2 മുഴം ആയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അവൻ അതും അതിൻ്റെ മേൽ പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴെ 2 പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻവളയം ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.